ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 6 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോസ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പൊട്ടറ്റോസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് തുറന്നു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. തുറന്നു വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതിനി ഫ്രൈ ആക്കി എടുക്കാൻ. ഓരോ 1 മിനിറ്റ് കൂടുമ്പോഴേക്കും ഇനി ഇളക്കി കൊടുത്താൽ മതിയാകും. അങ്ങനെ ഒരു 5-6 മിനിറ്റ് ആവുന്നവരെ ഫ്രൈ ആക്കി എടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. പൊട്ടറ്റോസൊക്കെ ഏകദേശം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.